തീർന്നിട്ടില്ല അല്ല തീർന്നിട്ടില്ല ദേ വരുന്നു അപ്പുറത്തെ ഒരു ടീമിനെ വൈപ്പായിട്ട് ദൈവം ഇങ്ങോട്ടേക്ക് വന്ന് ഇടിവെട്ടുവിനെ പാമ്പ് കടിച്ചെന്ന് പറയുന്ന പോലെ ഇത് ഒന്ന് സിനിമ അടുത്തത് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. പക്ഷേ ഇക്ഷാസ് വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ വന്നു അവരങ്ങ് പോയി. ഞാൻ പറഞ്ഞില്ല ഈ സെക്കൻഡ് മാച്ച് NLG ആ പോയിന്റ് ടേബിൾ കൊണ്ടുപോകണം അതിന് വേണ്ടി വന്നെയാണ് അവര്. ഉറപ്പാണ് അതേ രീതിയാണ് അവർ ഈ മാച്ച് കാണുകയാണെങ്കിൽ. ഇപ്പം ഡിഗ്രി ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിയിലൊക്കെ ചെയ്ത് സമാധാനം പിടിക്കുന്നു. ശ്വാസം എടുക്കാൻ സമ്മതിക്കുന്നില്ല. NLG അതിനിടയ്ക്ക് വന്ന് ഫൈറ്റ് എടുത്തു. പിന്നെയൊക്കെ അവിടെ ഇടും. പക്ഷേ ലെഗസി ഇടത്ത് മാറി ഷീൽഡൊക്കെ ഇട്ടോണ്ടിരിക്കും. അവിടെ ഇപ്പൊ ഒരു വീണ്ടും 3v3 എന്ന് വേണമെങ്കിൽ പറയാം. ലെഗസി റോൾ ചെയ്തിട്ട് നോക്കിയത് വണ്ടിയുടെ അകത്തോട്ടാണ്. നേരെ നോക്കുന്നതിന് തിരിഞ്ഞാണ് നിന്ന് പോയത്. അത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. യോഗാസനം തിരിഞ്ഞു പോയിട്ട് അതെ DH അടുത്തത് ഇവർക്കൊന്നും മതിയാവത്തില്ലേടാ. ഒരു ശ്വാസം കൊടുക്കണ പാവം ബ്രാവോക്ക് എത്ര പാവോടെ നേരെ പുള്ളി ഒന്ന് സമാധാനം ഇരിക്കാൻ നോക്കുന്നു. ബ്രാവോ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു 1v3 ആണ്. മറുഭാഗത്ത് DH 1v4. നിഞ്ച ഉണ്ട്. നിഞ്ച പൊക്കുവാന്ന് തോന്നുന്നു. പക്ഷെ വീണോ റിവൈവ് എടുക്കുക. റിവൈവ് ആണെന്ന് തോന്നുന്നു. ബ്രാവോന്റെ സ്പോട്ട് CPR കൊടുക്കുന്നേ. ദിനേശനും കൊടുകൂടും DHന് വേണ്ടി. ഇവിടെ ദിനേശനൊക്കെ എത്തിയിട്ടുണ്ട്. ദിനേശൻ ഇതാ കേറി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടേക്കാം. അത് മതി. ഇതാ കേറിക്കൊണ്ടിരിക്കുന്നു. ഫൈറ്റ് അങ്ങനെ മൊത്തത്തിൽ 6 ടീമും 13 അലയോടെ തന്നെ നമ്മുടെ മാച്ച് അങ്ങനെ ചുരുങ്ങി. ഇപ്പൊ ആര് കൊണ്ടുപോകും? DH വീണ്ടും പോയിന്റ് ടേബിൾ കയറി വരുമോ? അല്ലെങ്കിൽ ഇവരെ തേടി ആരും എത്തി? ആരൊക്കെയോ ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. ബ്രാവോന്റെ ഫൈറ്റിലേക്ക് പോകാൻ വരുമോ? നിഞ്ചേനെ റിവൈവ് ചെയ്തോ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്തായാലും നിലവിലെ കില്ലെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇത് വരും. നിലവിൽ അങ്ങനെ 5ാമത്തെ സോണും അടുത്തടുത്ത് അങ്ങ് ക്ലോസ് ആവുന്നു. നമ്മുടെ മാച്ച് ചെക്കുകയാണെങ്കിൽ സാൻഡിയുടെ മണ്ണിലാണ് തീരാൻ പോകുന്നത്. 3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ 6ാമത്തെ അല്ല 5ാമത്തെ സോൺ വരുന്നു. അങ്ങനെ മൊത്തത്തിൽ 4 ടീം ഔട്ടായി പോയി. DD ആണ് നിലവിൽ 7 കില്ലുണ്ട്. NLG 9 കില്ലുണ്ട്. ഇക്ഷാസ് 0 കില്ലോടെ തന്നെ ഈ മാച്ച് അങ്ങ് പോയി. ഇന്നലെ ആദ്യത്തെ മാച്ച് നിങ്ങൾക്കാണെങ്കിൽ സെക്കൻഡ് മാച്ച് NLG എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ NLG നിൽക്കുന്നുണ്ട്. പക്ഷേ NLGക്ക് ഒരു പ്ലെയർ അങ്ങ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ടീം DH ചെക്കുകയാണെങ്കിൽ അവര് സ്റ്റിൽ എത്ര പേരുണ്ട്? ഫുൾ സ്ക്വാഡ് തന്നെ അവര് കേറുന്നുണ്ട്. ഇവര് മാത്രമേ ഉള്ളൂ ഫുൾ സ്ക്വാഡ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. JKP തുടക്കം മുതല് മോബും ഏഗണും അല്ല, ഏഗണും മറ്റേ ഷൈനും ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട്. അവർ ഏത് വേളയിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പൊ സംശയമുള്ളൂ. കാരണം ഗെയിമിന്റെ തുടക്കത്തില് സ്പോൺ ആയപ്പോ മാത്രം അവർ രണ്ടുപേരെ കണ്ടു. പിന്നെ അവര് നമ്മൾ കണ്ടിട്ടില്ല. അവർ ഏതോ പുല്ലിന്റെ അകത്ത് ഇരിപ്പുണ്ട്. ഇത് പ്രത്യേകതരം സ്ട്രാറ്റജിയാണ്. ഇത് പ്രത്യേകതരം സ്ട്രാറ്റജിയാണ്. ആരെങ്കിലും നമ്മൾ ഇതിന്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എസ്കേപ്പ് അടിക്കും. നമ്മൾ നൈട്രോ അടിച്ചങ്ങ് പോകും. ഒരാളായിട്ട് ഇരിക്കാൻ പാടില്ല. ബൈക്കിന്റെ മേളിൽ 2 പേരും കൂടെ കുത്തിരിക്കണം. അതാണ് നമ്മുടെ പുതിയ സ്ട്രാറ്റജി. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകതരം സ്ട്രാറ്റജിയാണ്. ബ്രാവോ ഫൈറ്റ് ആയിട്ടുണ്ട്. ഫിനിഷ് ആയിട്ടുണ്ട്. ലാസ്റ്റ് മാൻ ബ്രാവോ മാത്രമേ ഉള്ളൂ. അവിടെ NLG ബാക്കി 3 പ്ലേസ് ബ്രാവോനെ അവിടെ തപ്പി നടക്കുവാണ്. നമുക്ക് കണ്ണുകൾ അങ്ങോട്ട് എത്തുമെന്ന് നോക്കാം. ബ്രാവോനെ തേടി എത്തുന്നുണ്ട്. അവിടെ വണ്ടി ബാക്കി കുത്തി. ബ്രാവോ പെട്ട് 4 പേര് ഒരുമിച്ച് ഫൈറ്റിംഗ് ആണ്. ബ്രാവോ ലോയാണ്. 4 പേര് അത്യാവശ്യം പുഷ് ചെയ്യുന്നുണ്ട്. സോൺ ഡാമേജില് ബ്രാവോന് ഇവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നേനെ. പക്ഷെ എല്ലാ സൈഡിലും മാടും കൊണ്ട് മോന്തകൾ ഇടിച്ചിടവേ. അങ്ങനെ NLG നമ്മുടെ ടീം DDനെയും കൂടി ഇവിടെ എലിമിനേറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ NLGക്ക് വേണമെങ്കിൽ അങ്ങനെ 10 കില്ലെടുത്തു. നമുക്കിപ്പോ പോയിന്റ് എവിടെ നോക്കുകയാണെങ്കിൽ വിക്ഷാസിന്റെ അടുത്തെത്തി. KVനെയും പൊട്ടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അതേ രീതിയിൽ അങ്ങ് മേപ്പോട്ട് കയറാനുള്ള പരിപാടിയാണ്. പൊസിഷൻ 4 ഒരു 4v. കഴിഞ്ഞ ഗെയിം അപ്പർ സൈഡിലുള്ള പറമ്പിലല്ലേ തീർന്നേ? അതെ, ഈ ഒരു ഭാഗത്ത് തന്നെയല്ലേ കഴിഞ്ഞ ഗെയിം തീർന്നേ? മാച്ച് ശരിയാണല്ലേ? ഇതുപോലെ ഒരു മലയുടെ സൈഡിൽ തന്നെ അല്ലടാ, അത് വേറെ ഏതോ ടീമാണത്.
ടീം DH അവിടെ നിന്ന് ശതമാനം ഇവിടെ എത്തി. ഇവരെങ്ങനെ ഇവിടെ എത്തി ഗൈസ്? വളരെ വേഗത്തിൽ തന്നെ ഈ ബിൽഡിംഗിൽ കയറി മുമ്പേ നമ്മുടെ ഇത് നല്ല ഡീൽ ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഇഷാസ് അല്ലെ NLG മുമ്പ് ആദ്യം നടന്ന ഫൈറ്റ് നടന്ന ബിൽഡിംഗ് ആണ്. സെർവറിൽ കേറാണെങ്കിൽ ഇറങ്ങി കയറണല്ലേ അനി. അതേ ബിൽഡിംഗ് ഇവരങ്ങ് എത്തിക്കേറുകയാണ്. ഇവിടെ NLG ഇറങ്ങി സ്പ്രേ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്പ്രേ ആണ്. NLG പോയി DH അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 1v3v4 ആണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ നമ്മുടെ വാരിയസിലെ TGയിലെ മച്ചാൻ എവിടാന്ന് അറിയില്ല. അവരൊക്കെ ഇപ്പൊ സോൺ ചെറുതായി 6ാമത്തെ സോണാണ്. അപ്പൊ എല്ലാവരും അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ പറയാം. ദിനേശ് ഫ്ലാങ്ക് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ സുജാല് പോകുന്നുണ്ട്. അവിടെ പരശി കുടുകുടു ഫാൽക്കൻ അവിടെ നിൽക്കുന്നുണ്ട്. കണ്ടില്ല അടിച്ചു. പക്ഷേ അത് അതുപോലെ തന്നെ ഹീൽ ആയിട്ടുണ്ട്. സുജാല് മാത്രമാണ് ഇപ്പൊ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. കൂടെ ഉണ്ട്. പക്ഷേ JKP അവിടെ സൈഡിൽ കണ്ടു ഒരു പച്ച നിറം ഞാൻ കാണുന്നു. ഗെയിം തുടങ്ങിയപ്പോ കണ്ടതാണ്. ഇപ്പൊ അവസാനിക്കാൻ നേരത്തുമാണ് അവരെ കാണാൻ പോകുന്നത്. ഇസറെക്സ് മീൻവൈൽ അങ്ങ് ദൂരയില് ഇപ്പോഴും ആ ഒരു ബൈക്ക് എത്തിയിട്ടുണ്ട്. സുജാല് DHനെ മാത്രം നോക്കി നടക്കുന്നത്. പക്ഷെ ഓടി പോകുമ്പോൾ ഇതൊന്നും അറിയാതെ പോവാണ്. അവര് രണ്ടുപേരും ഒരുമിച്ച് സ്പ്രേ ചെയ്താ ഇവരെ രണ്ടുപേരും ഇടാം. അവരവിടെ ഇല്ല അത് വേറെ ആരോ നൈസ് ചാൻസ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു നെയ്ഡ് എറിയുന്നുണ്ട്. പൊട്ടി ദിനേശൻ വീണു. വീണ്ടും മേളിൽ പഴിച്ചിക്ക് നല്ലൊരു വിഷൻ ഉണ്ട്. പുഷ് ചെയ്ത് വരുന്ന അവിടെ മണ്ടേ നിറഞ്ഞു കൊടുത്തു. നൈസ് പിക്ക് തന്നെ അതല്ലടാ ഞാൻ പറഞ്ഞത് നിന്നോട് ഇല്ലുണ്ടെന്ന്. ബാക്കിലോട്ട് നോക്കി കഴിഞ്ഞാൽ JKP 2 സ്ക്വാഡ് ബാക്കില് ഇതിൽ ഏറ്റവും സേഫ് ആയിട്ട് ഇരിക്കുന്ന പക്ഷേ ആ TJ വിളയെ കിടക്കുന്ന അവൻ മാത്രം ഉണ്ടോ ഇപ്പൊ. അതാണ് പുല്ലിന്റെ ഇടയിൽ ഇരിക്കാൻ പറ്റുന്നത്. ഏത് പുല്ലിന്റെ ഇടയിൽ നിന്നാലും നിയോൺ ലൈറ്റ് പോലെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു റെയിൻബോ കോട്ട് കുറച്ച് പുറത്താ. ഒറ്റയ്ക്കാണ് നേഷൻ പെട്ടു. 3 പേര് ഒരുമിച്ച് വരുന്നുണ്ട്. നേഷൻ പെട്ടു. ഇങ്ങനെ കാണുന്ന നല്ല മാറ്റുണ്ടല്ലോ ടീമാ. ആർമർ പൊട്ടി പുള്ളിക്കാരൊന്ന് റീചാർജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അപ്പർ സൈഡിൽ നല്ലൊരു ഫ്ലാങ്കിന് വേണ്ടിയാണ് പഴിക്കോട്ട് പോകാൻ പോകുന്നത്. നല്ലൊരു ക്രെഡിറ്റ് ഒന്നും ചെയ്യാൻ അടിപൊളിയായി. നിങ്ങൾ അടിയോ അല്ലല്ലോ മറുഭാഗത്ത് നോക്കിയിട്ട് സെറ്റത്തിലെ 2 പ്ലേസ് കിൽ അവിടെ ഹോൾഡിംഗ്. അല്ല വേറെ കാര്യമുണ്ട്. ഇവര് കറക്റ്റ് നടുക്ക് ഇവര് അവസാനം അനങ്ങേണ്ട ആവശ്യം പോലും ഇല്ല. ഇവന് റൈഫിൾ ഒന്നും ഇല്ല. SMG വെച്ചിട്ട് ഇരിക്കുന്നവേ. എടാ അവൻ ഈ റോഡിന്റെ നേരം കൂടെ ഹോൾഡ് ചെയ്തായിരുന്നെങ്കിലടാ. ആക്രാന്തം കൂടി പോയടേ. പൈസ വീണ്ടും പൈസ 2 കില്ല്. നൈസറാ പൈസ. അവൻ നെയ്ഡ് പ്രോപ്പറായിട്ട് നെയ്ഡ് എറിയുന്നുണ്ട്. അവൻ പക്കാ നെയ്ഡ്. 10 പേരിട്ടുണ്ട്. ഇനി കണ്ടോ ടീമിനോട്. അയ്യോ ഇവിടൊക്കെ അടിച്ചാ മതിടാ. നെയ്ഡ് വേസ്റ്റ് ചെയ്യണ്ടോ. നോക്കാതെ കൊല്ലാൻ നേടുന്നു. 4 പേരുണ്ടായിരുന്നു ലാസ്റ്റിലെ ടീമാ. അപ്പൊ പിന്നെ
പത്തിലുണ്ടോ ശരി ഇവരാണ്. അടുത്ത് ഇത് സ്വന്തം ടീം സ്വന്തമായിട്ട് ഞാൻ ടൈഗർ ഇറങ്ങിയെന്ന് വിചാരിച്ചു ഇത് കോമഡി അവൻ കൊറേ നേരം പിടിച്ചു കൂട്ടോ കുടുകുടു കൊറേ നേരം പിടിച്ചു ഓടിച്ചിട്ട് തല്ലുന്നു ഫാൽക്കണും നേഷനും ഈ കുടുകുടുവിനെ അയ്യോ കുടുകുടു ആരാടാ അമ്മയാണാ ഈ കളി ജയിപ്പിക്കണം കില്ലെടുക്കായിരുന്നു ജസ്റ്റ് എടുക്കാൻ ആ പോയിന്റ് കിട്ടി അല്ല അവൻ അറിയത്തുണ്ടായില്ല നീ ആട്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും സോണ് 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 കളി തീർത്ത എന്റെ അവിടെ മോണിറ്റർ ഓഫ് ആയി അവിടെ പോയിന്റ് വേറെ ആൾക്കുണ്ട് എടാ കില്ലെടുത്താ പോയിന്റ് എക്സ്ട്രാ കിട്ടിയേനെ ഞാനതുകൊണ്ട് ഞാൻ ട്രൈക്കോ നൈസിനെ ചെയ്താന്ന് ലിമോ പറഞ്ഞു ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് പറയാതിരുന്നത് അല്ലെങ്കിൽ ഞാൻ കില്ലെടുക്കാൻ പറഞ്ഞേ കേറാൻ പറ്റുമോ റീസ്റ്റാർട്ട് ആയോ റെസ്റ്റോ ഡ്രാഗണൊക്കെ ഇവിടെ ഉണ്ട്